ഇന്ന് ആമുഖമായി 2 വേദവാക്യങ്ങൾ നിങ്ങളുടെ ധ്യാനത്തിനായി സമർപ്പിക്കുകയാണ്. 31 സങ്കീർത്തനം 12 വാക്യം, അതിൻ്റെ 2ാമത്തെ ഭാഗം. ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. I have become like a broken vessel. ഉടഞ്ഞ പാത്രം പോലെ നമ്മുടെയൊക്കെ അവസ്ഥയാണ്. 2ാമത്തെ വാക്യം ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 23-ാം വാക്യം. എൻ്റെ ദാസനായി ശെയൽത്തിയേലിൻ്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. I will make you a signet ring. SIGNET, signet ring, മുദ്രമോതിരം എന്നതിൻ്റെ അർത്ഥം. എ ഫിംഗർ റിംഗ് യൂസ്ഡ് ആസ് എ സീൽ, ഒരു മുദ്രയായിട്ട് ഉപയോഗിക്കുന്ന മുദ്രമോതിരം. ഈ 2 വാക്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ധ്യാനിക്കുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത്. ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുന്ന അവസ്ഥയിലേക്ക് വളരണം. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കാം. എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കണമേ. ഈ ലോകത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് ഒത്തിരി നേട്ടങ്ങളൊക്കെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആഴമായി നമ്മെ മാറ്റിമറിക്കുന്നത് പ്രാർത്ഥനയാണ്. ഈ ലോകത്തെയും ആഴമായി മാറ്റിമറിക്കുക പ്രാർത്ഥന മൂലം. നാം പ്രാർത്ഥനാ മനുഷ്യരായി തീരണം. 31 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കട ഹർജിയാണ്. ദൈവസന്നിധിയിൽ സങ്കട ഹർജി സമർപ്പിക്കുകയാണ്. ദാവീദ് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ ഒരു സങ്കട ഹർജി കൂടി സമർപ്പിക്കുകയാണ്. നമ്മളും ദൈവത്തെ നിരന്തരം സ്തുതിക്കണം. ഏറ്റവും വലിയ കാര്യം അതാണ്. നിരന്തരം സ്തുതിക്കണം, നന്ദി അർപ്പിക്കണം, നമ്മുടെ സങ്കടങ്ങൾ സമർപ്പിക്കുകയും വേണം. ദൈവമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു, എന്നെ വിടുവിക്കണമേ. എന്നെ വീഴ്ത്താൻ ദുഷ്ടന്മാർ വലവിരിച്ചിരിക്കുന്നു. ദുഃഖവും നെടുവീർപ്പുമായി ഞാൻ കഴിയുന്നു. വ്യസനത്താൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. മറ്റുള്ളവർ എന്നെ നിന്ദിക്കുന്നു. എനിക്ക് ചുറ്റും ഭീതിയാണ്. എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഞാൻ ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ദൈവമേ, അങ്ങ് എൻ്റെ പാറയും കോട്ടയുമാകുന്നു. ഉറപ്പുള്ള അടിസ്ഥാനം, സുരക്ഷിതത്വമുള്ള കോട്ട. വിശ്വസ്തരെ ദൈവം കാക്കും. അഹങ്കാരികൾ വീണുപോകും. ദാവീദ് സങ്കടഹർജി സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ദൈവമേ, അങ്ങൻ്റെ പാറയും കോട്ടയുമാകുന്നു. ഉറപ്പുള്ള അടിസ്ഥാനവും സുരക്ഷിതത്വമുള്ള കോട്ടയും ദൈവമാകുന്നു. വിശ്വസ്തരെ ദൈവം കാക്കും. അഹങ്കാരികൾ വീണുപോകും. നമ്മളെപ്പോഴും ഓർക്കണം, എവിടെ അഹങ്കാരമുണ്ടോ അവിടെ നാശമുണ്ട്. എവിടെ വിനയമുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്. നാം വിനയമുള്ളവരായി ജീവിക്കണം. ഒന്നിൻ്റെ പേരിൽ നാം അഹങ്കരിക്കരുത്. വിശുദ്ധിയിൽ വളരണം, വിനയമുള്ളവരായി ജീവിക്കണം. പരമാവധി നന്മകൾ വാരി വിതരണം. ഉടഞ്ഞ പാത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? 3 കാര്യങ്ങൾ. ഉടഞ്ഞ പാത്രമാണെങ്കിൽ മിനുസം നഷ്ടപ്പെടും. ആ മിനുസം പോളിഷ്ഡ് അല്ല.
പരുപരുത്തതായി തീരും, ഇല്ലേ? മിനുസം നഷ്ടപ്പെടും. 2, ഉപയോഗിക്കാൻ പറ്റാതെ വരും. ഉടഞ്ഞ പാത്രം കൊണ്ട് പിന്നെ ഉപയോഗമില്ല. നമ്മുടെ മിനുസം നഷ്ടപ്പെടരുതേ. ദൈവം ഏത് കാര്യത്തിനാണോ നമ്മെ നിയോഗിച്ചിരിക്കുന്നത് ആ നിയോഗം പൂർത്തീകരിക്കണം. നമ്മെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വലിയ ബുദ്ധിയൊന്നും ഇല്ലായിരിക്കാം, നല്ല ആരോഗ്യമില്ലായിരിക്കാം, ഒത്തിരി പണക്കൊഴുപ്പൊന്നും ഇല്ലായിരിക്കാം, ബലഹീനതകൾ പലതും ഉണ്ടായിരിക്കാം. എങ്കിലും ദൈവം നമ്മെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഉടഞ്ഞ പാത്രമാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെ വരും. 3, വിലയില്ലാതാകും. വിലയില്ലാതാകും. മനുഷ്യൻ ഉടഞ്ഞ പാത്രമായി തീർന്നാൽ ക്ഷമാശീലമില്ല, സ്നേഹമില്ല, സഹനശക്തിയില്ല, അനുരഞ്ജനമില്ല, പരസ്പരം വെറുക്കുന്നു, നാശത്തിൻ്റെ വിത്തുമായി നടക്കുന്നു, ഉള്ളിൽ ദുഷ്ടതകൾ നിറഞ്ഞിരിക്കുന്നു. മനുഷ്യൻ്റെ ദുഷ്ടതകളെപ്പറ്റി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. 2 തിമോത്തിയോസ് 3-ാം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ഈ ദുഷ്ടതയിൽ എന്തെങ്കിലും നമുക്കുണ്ടോ എന്ന് സ്വയം പരിശോധിക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഈ ദുഷ്ടതയിൽ നിന്ന് എന്തെങ്കിലും എനിക്കുണ്ടോ? സ്വസ്നേഹികൾ, ദ്രവ്യാഗ്രഹികൾ, വൻപ് പറയുന്നവർ, അഹങ്കാരികൾ, ദൂഷകന്മാർ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ, ഇണങ്ങാത്തവർ, ഏഷണിക്കാർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ, സൽഗുണദ്വേഷികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാർ, നിഗളികൾ, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ. ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവർ. നാം ഉടഞ്ഞ പാത്രമായി തീരരുതേ, ഉപയോഗശൂന്യമായി തീരരുതേ, മിനുസം നഷ്ടപ്പെടുത്തരുതേ, പരുപരുത്ത സ്വഭാവങ്ങളാകരുതേ. നാം വിലയുള്ളവരായി തീരണം. ദൈവസന്നിധിയിൽ വിലയുള്ളവരായി തീരണം. നാം ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നാം വിലയുള്ളവരാണ് ദൈവസന്നിധിയിൽ. വിലയില്ലാതായി തീരരുതേ. ഉടഞ്ഞ പാത്രമായ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് മറ്റു ചില ഉദാഹരണങ്ങളും ബൈബിൾ പറയുന്നുണ്ട്. 62-ാം സങ്കീർത്തനം 3-ാം വാക്യം നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ. ചാഞ്ഞ മതിലായിത്തീരുന്നു, ആടുന്ന വേലിയായിത്തീരുന്നു. എന്താണ് ചാഞ്ഞ മതിലിൻ്റെ പ്രത്യേകത? നേരിൽ നിന്ന് വ്യതിചലിക്കുന്നവരാണ്, സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരാണ്. ഏത് നിമിഷവും തകർന്നു പോകാം. ഒരു നിമിഷം മതി തകർന്നു പോകാൻ. കഴിഞ്ഞ ദിവസം പത്രത്തിൽ വായിച്ചല്ലോ, 2 ദിവസം മുമ്പ് വിവാഹിതരായ ഒരു ഭാര്യയും ഭർത്താവും വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് പലരും നിർബന്ധിച്ചു നമുക്ക് കാറിൽ പോകാം നമ്മുടെ വീട്ടിലേക്ക്, സ്ഥലത്തേക്ക്. ഒരു കൂട്ടുകാരൻ നിർബന്ധിച്ചു നമുക്ക് ഹെലികോപ്റ്ററിൽ പോകാം. ഞാനതിൻ്റെ ക്യാപ്റ്റനാണ്. ഹെലികോപ്റ്ററിൽ പോകാം, പെട്ടെന്ന് അങ്ങെത്തും. ഹെലികോപ്റ്ററിൽ കയറി ഭാര്യയും ഭർത്താവും, വരനും വധുവും. ഹെലികോപ്റ്റർ തകർന്നു വീണു. വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്കകം ആ ഭർത്താവ് മരിച്ചു, ഭാര്യ മാരകമായി മുറിവേറ്റു. ഇത്രയൊക്കെ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. ഏത് നിമിഷവും വീണു പോകാം, ഏത് നിമിഷവും തകർന്നു പോകാം. നമ്മളൊക്കെ നമ്മുടെ ഊഴം കാത്തിരിക്കുക കേട്ടോ. അനേകരക്കരയ്ക്ക് പോയി, നമ്മുടെ പ്രിയപ്പെട്ട എത്രയോ പേര് കടന്നുപോയി, ഒരു വലിയ മേഘത്തിൻ്റെ അപ്പുറത്തേക്ക് കടന്നുപോയി. നാമും നമ്മുടെ ഊഴം കാത്തിരിക്കുകയാണ്. വിശ്വാസത്തോടും പ്രത്യാശയോടും സ്നേഹത്തോടും കൂടി നാം ജീവിക്കണം. ഇനിയുള്ള ഓരോ നിമിഷവും അർത്ഥവത്തായി ജീവിക്കണം. ദൈവം തരുന്ന ആയുസാണെന്ന് മനസ്സിലാക്കി ജീവിക്കണം. നേരിൽ നിന്ന് വ്യതിചലിക്കരുത്. ഏത് നിമിഷവും തകർന്നു പോകാമെന്ന് ഓർക്കണം.
ചാഞ്ഞ മതിലാണെങ്കിൽ ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടുന്നില്ല. ആടുന്ന വേലിയുടെ പ്രത്യേകത എന്താണ്? സ്ഥിരതയില്ല, പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുന്നു, മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. ഇളകി ആടുന്ന പല്ലിൻ്റെ വേദന പോലെയാണ്. വേദന ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ. മറ്റൊരു ഉദാഹരണം ബൈബിൾ പറയുകയാണ്. യെശയ്യാ പ്രവചനം 64 അധ്യായം 6 വാക്യം. ഞങ്ങളുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ, ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളയുന്നു. കാറ്റത്ത് പറക്കുന്ന വസ്തുക്കളെ പോലെയാണ് മനുഷ്യൻ്റെ അവസ്ഥയെന്ന് പറയുകയാണ്. കറപുരണ്ട തുണി പോലെ, വാടിപ്പോകുന്ന ഇല പോലെ, കാറ്റത്ത് പറക്കുന്ന വസ്തുക്കളെ പോലെ. വീണ്ടും ബൈബിൾ നമ്മെ ഓർപ്പിക്കുകയാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഹോശയ്യാ പ്രവചനം 13 അധ്യായം 7 വാക്യം. വഴിയരികെ പുള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്കായി പതിയിരിക്കും. മനുഷ്യൻ്റെ അവസ്ഥ ഇവിടെ പറയുന്നു. വഴിയരികെ പതിയിരുന്ന് ആക്രമിക്കുന്ന പുള്ളിപ്പുലി പോലെയാണ്. പതിയിരുന്ന് ആക്രമിക്കുന്ന സ്വഭാവം, പുള്ളിപ്പുലിയെ പോലെ. ഇന്ന് കാട്ടിൽ വസിക്കുന്ന ജീവജാലങ്ങൾ നാട്ടിലേക്ക് വന്ന് അനേകരെ കൊല്ലുന്ന കാലഘട്ടമാണല്ലോ ഇത്. കാട്ടാനകൾ വരുന്നു, മനുഷ്യരെ കൊല്ലുന്നു. പുലി വരുന്നു, മനുഷ്യരെ കൊല്ലുന്നു, ഉപദ്രവിക്കുന്നു. കാലം മാറി മറിയുകയാണല്ലോ. മനുഷ്യൻ്റെ സ്വഭാവം പലപ്പോഴും ഇങ്ങനെയാണ്, പതിയിരുന്ന് ആക്രമിക്കുന്ന പുള്ളിപ്പുലി പോലെ. നമ്മുടെയൊക്കെ ജനിതക സ്വഭാവത്തിൽ ഈ ആക്രമണ സ്വഭാവമുണ്ട്. നമ്മുടെ ജനറ്റിക് നേച്ചറാണ്. ആക്രമിക്കുക, നശിപ്പിക്കുക, പക, വിദ്വേഷം, തകർക്കുക, നശിപ്പിച്ച് കളയുക. പതിയിരുന്ന് ആക്രമിക്കുന്ന പുള്ളിപ്പുലി പോലെയുള്ള സ്വഭാവം മനുഷ്യൻ്റെ സ്വഭാവം. വീണ്ടും പറയുന്നു ഹോശയ്യാ പ്രവചനം 4 അധ്യായം 16 വാക്യം. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെയാകുന്നു. ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ. പല ഉദാഹരണങ്ങൾ കാണുകയാണ്. മനുഷ്യൻ്റെ അവസ്ഥ, നിങ്ങളുടെയും എൻ്റെ അവസ്ഥ, ഉടഞ്ഞ പാത്രം പോലെ, ചാഞ്ഞ മതിൽ പോലെ, ആടുന്ന വേലി പോലെ, കറപുരണ്ട തുണി പോലെ, വാടിപ്പോകുന്ന ഇല പോലെ, കാറ്റത്ത് പറക്കുന്ന വസ്തുവിനെ പോലെ, പതിയിരുന്ന് ആക്രമിക്കുന്ന പുള്ളിപ്പുലി പോലെ, ദുശാഠ്യമുള്ള പശുവിനെ പോലെ. നാം അധിവസിക്കുന്ന ഈ ഭൂമിയും ഇന്ന് ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുകയാണ്. പല സംഭവങ്ങളും അതാണ് തെളിയിക്കുന്നത്. ഈ ഫോസിൽ പഠനം പോലെയുള്ള ഭൗമശാസ്ത്ര പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഭൂമിയിൽ ഇതുവരെ 5 കൂട്ടനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്. മാസ് എക്സ്റ്റിങ്ഷൻ, കൂട്ടമായി നശിക്കുന്ന അനുഭവങ്ങൾ. ഇപ്പോൾ 6ാമത്തെ കൂട്ടനാശം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് വിലയിരുത്തുന്നത്, പണ്ഡിതന്മാർ വിലയിരുത്തുന്നത്. മാസ് എക്സ്റ്റിങ്ഷൻ, കൂട്ടനാശമെന്ന് പറയുന്നത് നിലവിലുള്ള ജീവിവംശങ്ങളിൽ 4/3 തിരോഭവിക്കുന്നതിനെയാണ് കൂട്ടനാശമെന്ന് പറയുന്നത്, മാസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. പല കാരണങ്ങളുണ്ട് അതിന്. ആവാസ വ്യവസ്ഥയുടെ നാശമുണ്ട്, ജനസംഖ്യാ വർധനയുണ്ട്, പെരുകുന്ന ഉപഭോഗമുണ്ട്, ആഗോള താപനമുണ്ട്. ഇന്ന് ഹീറ്റ് ഇൻഡെക്സ് കൂടുന്നു, സ്പിരിച്വാലിറ്റി ഇൻഡെക്സ് കുറയുന്നു, ആധ്യാത്മികതയുടെ ഇൻഡെക്സ് കുറയുന്നു. നമുക്ക് സൗകര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. പലപ്പോഴും ദൈവം നമുക്ക് ഒത്തിരി സൗകര്യങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? നമ്മുടെ ജീവിതശൈലിയിൽ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ ആസ്വാദനം ആത്മനാശമാകരുതേ, ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ആസ്വാദനമരുതേ. ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യൻ്റെ ആസ്വാദനം ആത്മനാശമാകുമ്പോൾ ഈ ഭൂമി കൂട്ടനാശത്തിൻ്റെ വക്കിലേക്കായി തീരുകയാണ്.
പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിക്കുന്നു പണ്ഡിതന്മാർ. ആർത്തി കുറയ്ക്കണം, പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗം കുറയ്ക്കണം. കാലം ചെയ്ത അഭിവന്യ ഒസ്താത്യോസ് തിരുമേനിയുടെ പ്രസംഗത്തിൽ എന്നും പറയുന്ന ഒരു കാര്യമാണ്, ഗ്രീഡ് ബേസ്ഡ് ആകരുതേ, നീഡ് ബേസ്ഡ് ആകണം. അല്ലേ? ഇന്ന് ഗ്രീഡാണ്, ആർത്തിയാണ്. അത്യാർത്തി നമ്മെ നശിപ്പിക്കുകയാണ്. അമിത മോഹങ്ങൾ നമ്മെ നശിപ്പിക്കുകയാണ്. നമ്മളെല്ലാവരിലും ഈ അമിത മോഹങ്ങളുണ്ട്. അമിത മോഹങ്ങൾ ഭൂമിയെ നശിപ്പിക്കുന്നു. ആർത്തി കുറയ്ക്കണം. ഉള്ളതുകൊണ്ട്, ദൈവം തന്നതുകൊണ്ട് സംതൃപ്തി അനുഭവിക്കാൻ കഴിയണം. സംതൃപ്ത മനസ്സുണ്ടാകണം. യേശുക്രിസ്തുവിൽ പരമാനന്ദം അനുഭവിക്കുന്ന മനസ്സുണ്ടാകണം. ക്രിസ്തുവിൽ സന്തോഷം അനുഭവിക്കണം. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്. എല്ലാ സന്ദർഭങ്ങളിലും ക്രിസ്തുവിൽ പരമാനന്ദം അനുഭവിപ്പാൻ നമുക്ക് സാധിക്കണം. ഈ സമൂഹത്തിൽ വിഭവ സമാഹരണം നീഡ് ബേസ്ഡ് ആകണമെന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. സഭാപിതാക്കന്മാർ പല ഉദാഹരണങ്ങൾ കാണിക്കുന്നു. വായു, ദൈവം നമുക്ക് വായു തന്നിരിക്കുകയാണ്. അങ്ങേക്കാരന് കുറേ വായു, ഇങ്ങേക്കാരന് കുറേ വായു എന്ന രീതിയിലല്ല. മക്കളെ, നിങ്ങൾ വായു ശ്വസിച്ചോ, ഇഷ്ടം പോലെ ശ്വസിച്ചോ. മഴ പെയ്യുന്നു, ഒരു സ്ഥലത്ത് മഴ പെയ്യുമ്പോൾ അങ്ങേലും മഴ പെയ്യും, ഇങ്ങേലും മഴ പെയ്യും. ഇല്ലേ? നമ്മുടെ വിഭവങ്ങൾ നീഡ് ബേസ്ഡ് ആകണമെന്നുള്ളത് പ്രകൃതി നിയമമാണ്. പങ്കിടൽ പ്രകൃതി നിയമമാണ്. സ്നേഹത്തിൽ പങ്കിടലിൻ്റെ അനുഭവം ഉണ്ടാകാതെ നാം കുന്നുകൂട്ടിയാൽ മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ കാലം വരുമ്പോഴെല്ലാം നശിച്ചു പോകുന്ന കാലം വരും. നമ്മളൊക്കെ കുന്നുകൂട്ടുക, ആർക്കും ഒന്നും ചെയ്യാതെ, ആരെയും സഹായിക്കാതെ, പാവങ്ങളെ സഹായിക്കാതെ, ദീനാനുകമ്പയില്ലാതെ എല്ലാം കുന്നുകൂട്ടുകയാണ്. ആർത്തിയോടെ കുന്നുകൂട്ടുകയാണ്. ആരനുഭവിക്കും? നമ്മൾ കുന്നുകൂട്ടുന്നത് ആരനുഭവിക്കും? ആർത്തി കുറയ്ക്കണം, മോഹങ്ങൾ കുറയ്ക്കണം. ബദൽ ഊർജസ്രോതസ് തേടണം. ലാളിത്യത്തിൻ്റെ ജീവിത ശൈലി വേണം. ആളോഹരി കാർബൺ ബഹിസ്ഫരണം കുറയ്ക്കണം. വസ്തുക്കളുടെ പുനരുപയോഗം വർദ്ധിക്കണം. പണ്ഡിതന്മാർ നമ്മളെ ഉപദേശിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാല, ലബോറട്ടറി മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ്. ഇന്ന് മനുഷ്യൻ്റെ മനസ്സ് അഴുക്ക് നിറയുന്നു, വിഷം നിറയുന്നു. ഉള്ളിലോട്ട് നോക്കണം. യഥാർത്ഥമായി ഹൃദയ പരിവർത്തനം ഉണ്ടാകണം. ഉള്ളിലോട്ട് നോക്കണം, ഉള്ളുലയണം, കണ്ണീരൊഴുകണം, ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കണം. അന്തരാത്മാവിൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമാണ് പ്രാർത്ഥന. പ്രാർത്ഥനയുടെ ശക്തി തിരിച്ചറിയണം. കാണാൻ കഴിയാത്തതും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഇല്ല എന്നാണ് പലരും പ്രഖ്യാപിക്കുന്നത്. അത് വിഡ്ഢിതമാണ്. കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ഇല്ല എന്നും എനിക്ക് വ്യാഖ്യാനിക്കാനും തിരിച്ചറിയാനും കഴിയാത്ത കാര്യങ്ങൾ നിലനിൽക്കുന്നില്ല എന്നും പ്രഖ്യാപിക്കുന്നത് വിഡ്ഢിതമാണ്. ബുദ്ധിയെ ഭക്തി കൊണ്ട് പൊതിയണം, വികാരത്തെ വിവേകം കൊണ്ട് പൊതിയണം, അറിവിനെ, ജ്ഞാനത്തെ ഭക്തിയും വിവേകവും കൊണ്ട് പൊതിയണം. ഉള്ളിലെ നക്ഷത്രത്തെ തിരിച്ചറിയാൻ വൈകിപ്പോകരുതേ. പ്രാർത്ഥനയുടെ കുറവ് മൂലം ഈ ഭൂമിയും ഉടഞ്ഞ പാത്രമായി തീരുന്നു. മനുഷ്യൻ്റെ വിവേകമില്ലായ്മ മൂലം ഭൂമിയും ഉടഞ്ഞ പാത്രമായി തീരുന്നു. ചരിത്രത്തിൽ
ഉടഞ്ഞ് തകർന്ന ഒരു നഗരത്തിൻ്റെ കഥ പറയുന്നുണ്ട് ബൈബിളിൽ. ഒരു സ്വർണ്ണ നഗരം തകർന്നു പോയ കഥ ഇന്ന് വളരെ പ്രസക്തമാണ്. സ്വർണ്ണ നഗരങ്ങൾ പടുത്തുയർത്താൻ എല്ലാവരും ശ്രമിക്കുകയാണ്. മറ്റ് രാജ്യങ്ങൾ നിലനിൽക്കാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളുടെ രാജ്യം ആകണം ലോകത്തെ നിയന്ത്രിക്കുന്നത്. ലോകത്തെ ധനമെല്ലാം നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ നാടായിരിക്കണം. ലോകത്തിൽ ലഭ്യമായ വിഭവങ്ങൾ, പെട്രോൾ, ഡോളർ എല്ലാം നിയന്ത്രിക്കുന്നത് ഞങ്ങളുടെ രാജ്യമായിരിക്കണം. മറ്റ് രാജ്യങ്ങളെയും വംശങ്ങളെയും സമൂഹങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യം മാത്രം നിലനിന്നാൽ മതിയെന്ന് ചിന്തിക്കുന്ന അനേകര് ഈ ലോകത്തുണ്ട്. ഈ ലോകത്തിൻ്റെ സങ്കടം അവിടെയാണ്, ദുഃഖം അവിടെയാണ്, ഹൃദയവ്യഥ അവിടെയാണ്. മറ്റ് സമൂഹങ്ങളെയും രാജ്യങ്ങളെയും ചൂഷണോപാധികളായി കാണുന്ന ഭരണാധികാരികൾ ലോകത്തിന് ശാപമാണ്. ചില അധികാരികൾ ലോകത്തിന് ശാപമായി തീരുന്നു. ഉടഞ്ഞു തകർന്ന ഒരു നഗരത്തിൻ്റെ കഥ ബൈബിളിൽ നിന്ന് ഞാൻ സൂചിപ്പിക്കാം. ഒരു സ്വർണ്ണ നഗരത്തിൻ്റെ അവസ്ഥ, തകർന്നുപോയ ഒരു സ്വർണ്ണ നഗരം. നാം എങ്ങോട്ടാണ് പോകുന്നത്? തകർച്ചയിലേക്കാണോ? ഞാനും എൻ്റെ കുടുംബവും നാശത്തിലേക്കാണോ പോകുന്നത്? എൻ്റെ കുഞ്ഞുങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നാശത്തിലേക്കാണോ പോകുന്നത്? തകർച്ചയിലേക്കാണോ പോകുന്നത്? കേരള സർക്കാർ ഇന്നലെ ഒരു പ്രസ്ഥാനം ഉദ്ഘാടനം ചെയ്തു. തുഫാൻ. മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ലഹരിയിൽ മുങ്ങിത്താഴുന്ന ഒരു സമൂഹം, കൊള്ളാവുന്ന പല കുടുംബങ്ങളിലെയും ചെറുപ്പക്കാരുടെ അവസ്ഥ ലജ്ജാകരമാണ്. നല്ല പാരമ്പര്യമുള്ള, പണക്കൊഴുപ്പുള്ള അപ്പനെയും അമ്മയും കുറിച്ച് സമൂഹം അറിയുന്ന പല കുടുംബങ്ങളുടെയും ചെറുപ്പക്കാരുടെ കഥ എന്താണ്? കഞ്ചാവ് കേസിൽ പ്രതിയായി, പോലീസ് അറസ്റ്റ് ചെയ്തു, ലഹരിക്കടിമയായി, രാസലഹരി തേടിപ്പോകുന്നു. നശിക്കുന്ന മനുഷ്യൻ. നമ്മുടെ സമൂഹത്തിൻ്റെ ഭാവി എന്താണ്? നിങ്ങളുടെയും എൻ്റെയും ഭാവി എന്താണ്? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താണ്? യെശയ്യാ പ്രവചനം 14 അധ്യായം 4 വാക്യം. നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. ബൈബിൾ വാക്യമാണ്. പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതായി. പീഡിപ്പിക്കുന്നവൻ ഇല്ലാതാകും. ഈ സമൂഹം തെളിയിച്ചുകൊണ്ടിരിക്കുക. പീഡിപ്പിക്കുന്നവർ, ആക്രമിക്കുന്നവർ, ചൂഷണം ചെയ്യുന്നവർ, കൊല്ലും കൊലയും തൊഴിലാക്കിയവർ, മറ്റുള്ളവരെ നശിപ്പിക്കുന്നവർ ഇല്ലാതെയാകുമെന്ന് ബൈബിൾ പ്രഖ്യാപിക്കുന്നു. പീഡിപ്പിക്കുന്നവർ എങ്ങനെ ഇല്ലാതെയായി, സ്വർണ്ണ നഗരം എങ്ങനെ മുടിഞ്ഞുപോയി. ബാബേൽ സാമ്രാജ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബാബിലോൺ BC 606 മുതൽ BC 536 വരെ അതിശ്രേഷ്ഠനായ ഒരു ഭരണാധികാരി നെബൂഖദ്നേസർ വാണരുളിയ രാജ്യമാണ് ബാബിലോൺ. ബാബേൽ സാമ്രാജ്യം. ഈ നെബൂഖദ്നേസർ ആണ് ബാബിലോൺ പട്ടണം സംവിധാനം ചെയ്തത്. ഒരത്ഭുത പട്ടണമാക്കി തീർത്തു. പണ്ട് ബാബേൽ ഗോപുരം പണിത അതേ സ്ഥാനത്ത് തന്നെയാണ്. ഉൽപ്പത്തി 11:1 ബാബേൽ ഗോപുരം പണിത മനുഷ്യൻ്റെ അഹങ്കാരം മൂലം ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിതുയർക്കാൻ ആഗ്രഹിച്ചു മനുഷ്യർ. ബാബേൽ ഗോപുരം പണിതുയർക്കുകയാണ്. ദൈവം ശിക്ഷിച്ചു. ഭാഷ ചീറിപ്പോയി. മനുഷ്യർ ചീറിപ്പോകുന്ന അവസ്ഥയുണ്ടായി. ബാബേൽ ഗോപുരം പണിത അതേ സ്ഥാനത്ത് തന്നെ ഒരു പുതിയ നഗരം പണിതുയർത്തി. യൂഫർട്ടീസ് നദീതടത്തിൽ ഒരു സ്വർണ്ണ നഗരം പണിതുയർത്തി. 45 വർഷത്തെ നെബൂഖദ്നേസറിൻ്റെ ഭരണം മൂലം ധനമുണ്ടായി, പ്രൗഢിയുണ്ടായി, പ്രശസ്തി ഉണ്ടായി, വലിയ രാജധാനി ഉണ്ടായി, കൊട്ടാരം. മഹദിയാം ബാബിലോണെന്ന്
ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പരാമർശിക്കുന്നത് ഈ കൊട്ടാരത്തെക്കുറിച്ചാണ്. മഹദിയാം ബാബിലോൺ, കോട്ടയാൽ ചുറ്റപ്പെട്ട സ്ഥലം, 15 മൈൽ സമചതുരാകൃതി, 60 മൈൽ ചുറ്റളവ്, 80 അടി വീതി, 300 അടി ഉയരം, വലിയൊരു കോട്ട, വലിയൊരു രാജധാനി. സ്ഥലനിരപ്പിൽ നിന്ന് 35 അടി താഴെ ബേസ്മെന്റ്, ആരും തുരങ്കം ഉണ്ടാക്കി കടക്കാനിടയാകാത്ത രീതിയിൽ അടിസ്ഥാനമിട്ടു. പട്ടണമതിലിന് വെളിക്ക് 1/4 മൈൽ വീതിയിൽ കിടങ്ങ് കുഴിച്ചു, കിടങ്ങിൽ വെള്ളം നിറച്ചു, സുരക്ഷിതമാക്കി. ആരും കടന്നു വരാത്ത രീതിയിൽ സുരക്ഷിതമാക്കി. മനുഷ്യ, എവിടെയാണ് യഥാർത്ഥ സുരക്ഷിതത്വം? നമ്മൾ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ പല കാര്യങ്ങൾ പ്രവർത്തിക്കും. ഈ ലോകത്തിൽ പല കോട്ടകൾ കെട്ടും, പല സാമ്പത്തിക കോട്ടകൾ കെട്ടും, പല സ്വപ്നങ്ങൾ കാണും. ആരെയും സഹായിക്കാതെ എല്ലാം ആർത്തി മൂലം കുന്നുകൂട്ടും. നാം വിചാരിക്കും സുരക്ഷിതമാണ്, എല്ലാം സുരക്ഷിതമാണ്. ഡെപ്പോസിറ്റും ഉണ്ട്, അതുമുണ്ട്, ഇതുമുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാം സുരക്ഷിതം ഞാൻ ചിന്തിക്കും. എല്ലാം തകർന്നു പോകാൻ ഒരു നിമിഷം മതി പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ ഒന്നും സുരക്ഷിതമല്ല. ഞാൻ ഓർക്കുന്നു, അടുത്ത കാലത്ത് യൂറോപ്പിൽ പോയപ്പോഴേ പല സ്ഥലങ്ങളിലും കണ്ട ഒരു പ്രതിഭാസമാണ്. മനുഷ്യൻ വീട് വെക്കുന്നത് എവിടെയാണ്? ഭൂമി തുരന്ന് ഭൂമിക്കടിയിൽ 4-5 കിലോമീറ്റർ താഴെയാണ് വീട് വെക്കുന്നത്, മിസൈലിനെ പേടിച്ച്. യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ഇന്ന് അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഭൂമിക്കടിയിലാണ് മനുഷ്യൻ വീട് വെക്കുന്നത്, മിസൈലിനെ പേടിയാ. എപ്പോഴാ എങ്ങനെ ആരുടെ മിസൈലാണ് വരുന്നത് പറയാനൊക്കത്തില്ലല്ലോ അല്ലേ? ആ കാലഘട്ടമല്ലേ ഇത്. പക്ഷെ ഇപ്പോൾ അതും തകർന്നിരിക്കുക. എത്ര കിലോമീറ്റർ താഴെ വീട് വെച്ചാലും തേടിച്ചെന്ന് നശിപ്പിക്കുന്ന മിസൈൽ കണ്ടുപിടിച്ചിരിക്കുന്നു. ബൈബിളിലെ വാക്യം അർത്ഥവത്തായി. മനുഷ്യ, നീ ആകാശങ്ങളിടയിൽ കൂടുവച്ചാലും, സ്പേസ് സ്റ്റേഷൻസ്, ആകാശങ്ങളിടയിൽ കൂട് വർദ്ധിക്കുകയാണ്. സ്പേസ് ഷട്ടിൽസ്, സ്പേസ് സ്റ്റേഷൻസ് വർദ്ധിക്കുകയാണ്. മനുഷ്യ, നീ ആകാശങ്ങളിടയിൽ കൂടുവച്ചാലും ഭൂമിക്കടിയിൽ വീട് വച്ചാലും ഇളക്കും ഞാൻ, ഇളക്കും ഞാൻ. മനുഷ്യൻ്റെ അഹങ്കാരം മൂലം ആകാശങ്ങളിൽ കൂടുവെക്കുന്നു, ഭൂമിക്കടിയിൽ വീട് വെക്കുന്നു. ഞാൻ നിന്നെ ഇളക്കും. പ്രിയപ്പെട്ടവരെ, പട്ടണമതിലിന് 250 കാവൽ ഗോപുരങ്ങളുണ്ടായി. കട്ടിപ്പിത്തള കൊണ്ട് നിർമ്മിച്ച 100 പ്രവേശനവാതിലുണ്ടായിരുന്നു. വീണ്ടും ഇതുപോലെ അകത്ത് മതിലും ഭൂഗർഭ തുരങ്കമൊക്കെ ഉണ്ടായിരുന്നു. ക്ഷേത്രം, ബാൽദേവൻ്റെ സ്വർണ്ണ വിഗ്രഹം, ഇഷ്ടാർദേവൻ്റെ പ്രതിമകൾ, സ്വർണ്ണ നഗരം, 50,000 റാത്തൽ തൂക്കമുള്ള സ്വർണം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്, രാജധാനിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പട്ടണത്തിനുള്ളിൽ തന്നെ ഇഷ്ടാർദേവന് 53 ക്ഷേത്രം, 130 യാഗപീഠങ്ങൾ. രാജാവിൻ്റെ സിംഹാസന മുറിയുടെ ഭിത്തിക്ക് 20 അടി കനം, മതിലിന് 50 അടി കനം. ഈ ഭിത്തിയിലാണ് ബെൽഷസർ രാജാവ് ദർശിച്ച കൈപ്പത്തി എഴുതിയത്. മേനെ മേനെ തേക്കൽ ഉഫാസിൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജധാനി വലുതാണ്. ഈ ഭിത്തി വലിയ വീതിയും ഉയരവുമുള്ള ഭിത്തിയാണ്, ആർക്കും തകർക്കാനൊക്കാത്ത കോട്ടയാണ്. പക്ഷേ ഞാൻ നിന്നെ തൂക്കി നോക്കി. നിന്റെ കോട്ടകൊത്തളങ്ങൾ ആർക്കും തകർക്കാനൊക്കാത്തതാണ്. സുരക്ഷിതമെന്ന് നീ അവകാശപ്പെടുന്നു. പക്ഷെ ഞാൻ നിന്നെ തൂക്കി നോക്കി. നിന്റെ കോട്ടകൊത്തങ്ങളല്ല ഞാൻ തൂക്കി നോക്കിയത്, നിന്റെ സമ്പത്തല്ല ഞാൻ തൂക്കി നോക്കിയത്, നിനക്ക് ലഭിച്ച വിദ്യാഭ്യാസമല്ല ഞാൻ തൂക്കി നോക്കിയത്. ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. ഈ ധ്യാനം നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കാൻ, ഉപേക്ഷിക്കാനുള്ള അവസരമാക്കണം. ഉള്ളിലോട്ട് നോക്കണം. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമുള്ള കുറവുകൾ കണ്ടുപിടിക്കണം. തെറ്റുകൾ ഉപേക്ഷിക്കണം. ഒരു അറ്റകുറ്റപ്പണി നമുക്ക് ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ശക്തമായ ഒരു അറ്റകുറ്റപ്പണി നമുക്ക് ആവശ്യമാണ്. അറ്റകുറ്റപ്പണി നടത്തുമ്പോൾ
പഴയെല്ലാം പൊളിച്ചു കളയാനല്ല, കല്ലൂപ്പാറപ്പള്ളിക്കരനെ അഭിനന്ദിക്കുകയാണ് ആ കാര്യത്തിൽ. പുരാതനമായ ദേവാലയങ്ങളൊക്കെ പൊളിച്ചു കളയുന്ന കാലഘട്ടമാണല്ലോ ഇത്. നിങ്ങൾ പഴയ ദേവാലയം നിലനിർത്തി അതിൻ്റേതായ മാധുര്യമുണ്ട്, അതിൻ്റേതായ ആരാധനാ സൗന്ദര്യമുണ്ട്, അതിൻ്റേതായ ഭക്തി വിശേഷങ്ങളുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്തു, പക്ഷേ പഴമ നിലനിർത്തൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. പിതാക്കന്മാർ കൈമരുത്തുന്ന വിശ്വാസാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ദൈവഭയം, സഭാസ്നേഹം, നന്മയുടെ മനസ്സ്, അത് കൈമോശം വരരുത് കേട്ടോ. നല്ല മൂല്യങ്ങൾ കൈമാറിത്തന്നത് കൈമോശം വരരുതേ. നല്ല മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടാകരുതേ പുതിയ മൂല്യങ്ങളുടെ അന്വേഷണം. ഞാൻ നിന്നെ തൂക്കി നോക്കി, കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, രാജ്യം വിഭവിച്ചു കൊടുത്തിരിക്കുന്നു. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 25-ാം വാക്യം. ആ രാജാവ് ഭാര്യയ്ക്കു വേണ്ടി ഒരു ഹാങ്ങിങ് ഗാർഡൻ ഉണ്ടാക്കി, തൂക്കുതോട്ടം, ഹാങ്ങിങ് ഗാർഡൻ. 400 അടി സമദൂരത്തിൽ അനേകം ടെറസുകൾ ഉണ്ടാക്കി, വെൺമാടങ്ങൾ ഉണ്ടാക്കി, ഒന്നിനു മുകളിൽ ഒന്നായി പല കമാനങ്ങൾ ഉണ്ടാക്കി, ഓരോന്നിലും വൃക്ഷങ്ങളും ചെടികളും ചെടിച്ചട്ടികളും വെച്ച് പിടിപ്പിച്ചു. ആകർഷണീയമായ ഉദ്യാനമായി. നനയ്ക്കുന്നതിന് ഉയരത്തിൽ നിർമ്മിച്ച ജലാശയം ഉണ്ടായിരുന്നു. ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ ബാബിലോണിൽ കാണാം, ഇറാഖിൽ കാണാം. അവശിഷ്ടങ്ങൾ ഇന്നും കാണാം, ആഡംബരങ്ങളുടെ അവശിഷ്ടങ്ങൾ. പട്ടണമധ്യത്തിൽ ഘോഷയാത്രയ്ക്കുള്ള തെരുവീഥികൾ ഉണ്ടായിരുന്നു, പ്രൊസഷണൽ സ്ട്രീറ്റ് ഉണ്ടായിരുന്നു. ഇത്ര കേമമായതെല്ലാം ഇന്ന് ശൂന്യമായി പോയി. ദാനിയേൽ പ്രവചനവും യെഹെസ്കേൽ പ്രവചനവും അത് പറയുന്നുണ്ട്. എങ്ങനെയാണ് ബെൽഷസ്സറും സൈന്യവും വിജയലഹരിയിൽ ആഹ്ലാദിച്ച് മദ്യപിച്ച് മതോന്മത്തരായി നിദ്രയിലാണ്ടു. കോരേശിൻ്റെ നേതൃത്വത്തിൽ ദാര്യാവേശും സൈന്യവും കടന്നു വന്ന് പട്ടണമധ്യത്തിൽ ഒഴുകിയിരുന്ന യൂഫർട്ടീസ് നദിയുടെ ഗതി വെട്ടിമാറ്റി. കോട്ടയുടെ ചുറ്റിലും അകത്തുമുള്ള കിടങ്ങുകളും നദീതടവും വറ്റിച്ച് ഉണങ്ങിയ നിലത്തുകൂടി കോട്ടയ്ക്കകത്ത് പ്രവേശിച്ച് പട്ടണം കീഴടക്കി. തകർന്നടിഞ്ഞ സംസ്കാരങ്ങൾ, തകർന്നടിഞ്ഞ നഗരങ്ങൾ, സ്വർണ്ണ നഗരം മുടിഞ്ഞുപോയി. ഈ ലോകത്തിലെ ആഡംബരങ്ങൾ തകർന്നടിയും, തകർന്നടിയും. ആഡംബരങ്ങൾ തകർന്നടിയും. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധ ബാബാ തിരുമേനി ഒരു ആഹ്വാനം നടത്തി. പള്ളിപ്പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഡംബരങ്ങൾ നിർത്തലാക്കണം. അനേകം പള്ളികൾ അനുസരിച്ചു അത്. ചെണ്ടമേളങ്ങളും മറ്റ് ആഡംബരങ്ങളും എല്ലാം നിർത്തലാക്കണം. നമ്മുടെ അനേകം ദേവാലയങ്ങൾ അനുസരിച്ചു. അതിന് ആ പണം ശേഖരിച്ച് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു, സാമ്പത്തിക പ്രയാസമുള്ളവരെ സഹായിച്ചു. എൻ്റെ ഒരു അഭ്യർത്ഥന, ഒരു വർഷത്തേക്ക് മാത്രമല്ല ഈ അഭ്യർത്ഥന ഉണ്ടാകേണ്ടത്. സഭയിൽ ആഡംബരങ്ങൾ ഇല്ലാകേണ്ടത് ഒരു വർഷത്തേക്ക് മാത്രമല്ല. ഒരു സ്ഥലത്ത് ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടായപ്പോൾ മാത്രമല്ല ഉണ്ടാകേണ്ടത്. നമ്മുടെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാവിയിലും ആഡംബരങ്ങൾ ഒഴിവാക്കണം. അത് വെല്ലുവിളിയായിട്ട് എടുക്കണം. നമ്മുടെ ഘോഷയാത്രകൾ, പെരുന്നാളാഘോഷങ്ങൾ, ബസ് യാത്രക്കാരെ വലിച്ചുകൊണ്ടാകരുതേ, യാത്രക്കാരെ വലിച്ചുകൊണ്ടാകരുതേ. പാവപ്പെട്ടവർ സഞ്ചരിച്ചോട്ടെ വാഹനങ്ങളിൽ. ലാളിത്യത്തിൻ്റെ സംസ്കാരം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാകണം. ലാളിത്യത്തിൻ്റെ സംസ്കാരം, എ കൾച്ചർ ഓഫ് സിംപ്ലിസിറ്റി. എല്ലാ മേഖലകളിലും ലാളിത്യത്തിൻ്റെ സംസ്കാരം ഉണ്ടാകണം. ഇല്ലെങ്കിൽ സ്വർണ്ണ നഗരങ്ങൾ മുടിഞ്ഞു പോകുന്ന അനുഭവങ്ങൾ വരും. ദൈവത്തിൻ്റെ അരുളപ്പാട്, മനുഷ്യ, നീ മാനസാന്തരപ്പെടുമെങ്കിൽ, നീ അനുതപിക്കുമെങ്കിൽ, ഹൃദയത്തിൽ കുത്തുകൊള്ളുമെങ്കിൽ, മനസ്സ് നൊമ്പരപ്പെടുമെങ്കിൽ, ഞാൻ നിന്നെ ഒരു മുദ്രമോതിരമാക്കും. ഐ വിൽ മേക്ക് യു എ സിഗ്നറ്റ് റിംഗ്. ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങളെയും എന്നെയും ഒരു മുദ്രമോതിരമാക്കാൻ ആഗ്രഹിക്കുന്നു.
ഹഗായി പ്രവചനം 2-ാം അധ്യായം 23-ാം വാക്യം. എൻ്റെ ദാസനായി ശെയൽത്തീയേലിൻ്റെ മകനായ സെരൂബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും. അതുമായി ബന്ധപ്പെട്ട് 5 വേദവാക്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. മുദ്രമോതിരവുമായിട്ട് ബൈബിളിലെ അടിസ്ഥാനമായി ബന്ധപ്പെട്ട 5 വേദവാക്യങ്ങൾ. ഈ പഴയ കാലത്ത് ഈ മുദ്രമോതിരം എന്ന് പറയുന്നത് വിശ്വസ്തരായ പടയാളികൾക്ക് രാജാക്കന്മാർ കൊടുക്കുന്ന സമ്മാനമാണ്. വിശ്വസ്തരായ പടയാളികൾക്ക് കൊടുക്കുന്ന സമ്മാനമാണ് മുദ്രമോതിരം. നാം ദൈവത്തിൻ്റെ വിശ്വസ്തരായ പടയാളികളാകണം. വിശ്വസ്തരായ പടയാളികൾ. ഉടമ്പടി ബന്ധത്തിൽ വഞ്ചന കാണിക്കുന്നവരാകരുത്. കുടുംബ ബന്ധം ഒരു ഉടമ്പടിയാണ്. ഭാര്യാഭർത്തൃബന്ധം ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി ബന്ധത്തിൽ വഞ്ചന കാണിക്കരുത്. സഭയോടുള്ള ബന്ധവും ഉടമ്പടി ബന്ധമാണ്. സമസൃഷ്ടിയോടുള്ള ബന്ധവും ഉടമ്പടി ബന്ധമാണ്. നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരെ സ്നേഹിക്കുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ഈ ജീവജാലങ്ങൾ നമ്മുടെ അയൽക്കാരാണ്. മരങ്ങളും ചെടികളും ജീവജാലങ്ങളും നമ്മെ സഹായിക്കുകയാണ്. നമ്മുടെ ശ്വസന പ്രക്രിയയിൽ അത് സഹായിക്കുകയാണ് നമ്മളെ. പൊക്കിൾക്കൊടി ബന്ധമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം പൊക്കിൾക്കൊടി ബന്ധമാണ്. ഹ്യൂമൻ ബീയിങ്സ് എ സബ് സിസ്റ്റം, ഒരു ചെറിയ സിസ്റ്റമാണ്. ഇൻ എ ഗ്രേറ്റർ സിസ്റ്റം, ഒരു വലിയ സിസ്റ്റത്തിനകത്തെ കൊച്ചു സിസ്റ്റമാണ് മനുഷ്യജാതി. ഈ പൊക്കിൾക്കൊടി ബന്ധം നശിക്കരുത്. പ്രകൃതിയെ ബഹുമാനിക്കണം. നമ്മുടെ പിതാക്കന്മാർ പറയുന്നു, we have to keep a reverent, receptive attitude towards nature. നാം വിശ്വസ്തരായ പടയാളികളാകണം. ദൈവത്തോട്, സഭയോട്, അന്യോന്യം ഒക്കെ വിശ്വസ്തരാകണം. ഉടമ്പടി ബന്ധത്തിൽ വഞ്ചന കാണിക്കുന്നവരാകരുത്. ഉത്തമഗീതം 8-ാം അധ്യായം 6-ാം വാക്യം. നായിക നായകനോട് പറയുകയാണ്, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിന്മേലും ഒരു മുദ്രമോതിരമായി നിന്റെ ഭുജത്തിന്മേലും വെച്ചുകൊള്ളണമേ. അവിടെ മുദ്രമോതിരം നമ്മൾ കാണുകയാണ്. നിന്റെ ഹൃദയത്തിന്മേലും നിന്റെ ഭുജത്തിന്മേലും ഒരു മുദ്രമോതിരമായി എന്നെ വെച്ചുകൊള്ളണമേ എന്ന്. അന്യോന്യം സംരക്ഷകരാകുക എന്നതിൻ്റെ അർത്ഥം. ഹൃദയത്തോട് പറ്റിച്ചേരുക എന്നതിൻ്റെ അർത്ഥം. ശ്രേഷ്ഠമായ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്നതിൻ്റെ അർത്ഥം. ഈ സുവിശേഷമെന്ന് പറയുന്നത് തത്വശാസ്ത്രമല്ല, ഹൃദയബന്ധമാണ്. ശ്രേഷ്ഠമായ വ്യക്തിബന്ധങ്ങളാണ്. ആദിമസഭയിൽ പ്ലേറ്റോയുടെയും അരിസ്റ്റോട്ടിലിൻ്റെയും സോക്രട്ടീസിൻ്റെ ഒക്കെ തത്വശാസ്ത്രങ്ങൾ പഠിച്ചല്ല സുവിശേഷകന്മാർ, അതിൽ നിപുണരായിട്ടല്ല സുവിശേഷകന്മാർ സുവിശേഷം ഉദ്ഘോഷിച്ചത്. ആദിമസഭയിൽ അനേകർ അംഗങ്ങളായി ചേർന്നത്, സുവിശേഷത്തിൽ ആകർഷിക്കപ്പെട്ടത് ആദിമ ക്രൈസ്തവരുടെ വിശുദ്ധ ജീവിതം മൂലവും വ്യക്തിബന്ധങ്ങൾ മൂലവുമാണ്, ഹൃദയബന്ധങ്ങൾ മൂലവുമാണ്. തത്വശാസ്ത്രമല്ല, വിശുദ്ധ ജീവിതമാണ് പ്രധാനം. പ്രാർത്ഥനാ ജീവിതമാണ് പ്രധാനം. കണ്ണുനീരാണ് പ്രധാനം. സാക്ഷ്യ ജീവിതമാണ് പ്രധാനം. അതാണ് സുവിശേഷം. ജീവിതമാണ് പ്രധാനം. എൻ്റെ സാന്നിധ്യം തന്നെ സുവിശേഷമാവുകയാണ്. അന്യോന്യം സംരക്ഷകരാവുക, ഹൃദയത്തോട് പറ്റിച്ചേരുക, ശ്രേഷ്ഠമായ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. ഉത്തമഗീതത്തിലെ നായകന്മാർ കേവലം കാമുകി കാമുകന്മാർ മാത്രമല്ല, യേശുക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദൈവവും ഒരു വിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. അന്യോന്യമുള്ള സാഹോദര്യ ബന്ധത്തെയും സൂചിപ്പിക്കുന്നു. അന്യോന്യം സംരക്ഷകരാകണം, ഹൃദയത്തോട് പറ്റിച്ചേരണം, ശ്രേഷ്ഠമായ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായം 14-ാം വാക്യം. ഇയ്യോബ് 38:14. ഭൂമിയിലുള്ള സകലതും മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു. എന്താണ് ഭൂമിയിലുള്ള സകലതും മുദ്രയ്ക്ക് കീഴിലെ
അരക്കുപോലെ മാറുന്നു. നമുക്കറിയാം, ഇന്നും പോസ്റ്റ് ഓഫീസിൽ ഈ പാക്കറ്റുകളൊക്കെ എങ്ങനെ മുദ്ര കുത്തും, അരക്ക് കൊണ്ട് മുദ്ര കുത്തും ഇല്ലേ? അവിടെ പൊട്ടിച്ചാൽ അറിയാം, സേഫ്റ്റിയാണ്. അവിടെ അരക്ക് വെച്ച് മുദ്ര കുത്തും, സീലടിക്കും, സീല് വെക്കും. അതാണ് ഇവിടെ പറയുന്നത്. മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു. അതിൻ്റെ അർത്ഥം, ആത്മീയ അർത്ഥം, സത്യത്തിനായി ഞെരിഞ്ഞമരുക എന്നാണ്. മുദ്രയ്ക്ക് കീഴിലെ അരക്കുപോലെ മാറുന്നു, സത്യത്തിനായി അമരുക എന്നർത്ഥം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 33-ാം വാക്യം. യോഹന്നാൻ 3:33. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, അവൻ്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. സത്യദൈവത്തിൻ്റെ സാക്ഷികളാവുക. ദൈവം സത്യവാൻ എന്നതിന് മുദ്രയിടുന്നു. നമ്മുടെ അശുദ്ധി മൂലം, പാപങ്ങൾ മൂലം, ദുഷ്കർമ്മങ്ങൾ മൂലം, മ്ലേച്ഛതകൾ മൂലം, വൈകൃതങ്ങൾ മൂലം, വഷളത്വങ്ങൾ മൂലം സത്യദൈവത്തെ വഞ്ചിക്കരുത്. സത്യദൈവത്തോട് വഞ്ചന കാണിക്കരുത്. നമ്മുടെ പാപം മൂലം, അശുദ്ധി മൂലം നമ്മുടെ കർത്താവ് എന്തുമാത്രം വേദനിക്കുന്നു പ്രിയപ്പെട്ടവരെ, നമ്മെ പ്രതി എന്തുമാത്രം വേദനിക്കുന്നു. സത്യദൈവത്തിൻ്റെ സാക്ഷികളാവുക. ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. മറ്റൊരു വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം 2-ാം വാക്യം. 1 കൊരിന്ത്യർ 9:2. കർത്താവിൽ എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ. കർത്താവിൽ എൻ്റെ അപ്പോസ്തോലത്വത്തിൻ്റെ മുദ്ര നിങ്ങളല്ലോ. അപ്പോസ്തോലന്മാർ അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെട്ടവരായി തീരുക, നിയോഗങ്ങൾ പൂർത്തീകരിക്കുക എന്നതിൻ്റെ അർത്ഥം. നിയോഗങ്ങൾ പൂർത്തീകരിക്കുക, അയക്കപ്പെട്ടവരായി തീരുക. ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുന്നത് എങ്ങനെയെന്ന് ഹഗ്ഗായി പ്രവചനത്തിൽ കൂടുതലായുള്ള വിശദീകരണങ്ങളുണ്ട്. ഹഗ്ഗായി പ്രവചനം, അവിടെയാണ് പറയുന്നത്, ദേവാലയം പണിയാൻ തിരികെ വന്ന ജനം ഉദാസീനരാകുന്നു. ജനങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ പറയുന്നുണ്ടാണ്. ജനങ്ങളുടെ അപ്പോഴത്തെ അവസ്ഥ, തിന്നുന്നതിലും കുടിക്കുന്നതിലും തൃപ്തി വരുന്നില്ല. ഹഗ്ഗായി 1:6. തിന്നുന്നതിലും കുടിക്കുന്നതിലും തൃപ്തി വരുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന കൂലിയും ശമ്പളവും ഓട്ടസഞ്ചിയിൽ ഇടുന്നത് പോലെ ആകുന്നു. 1:6. ഈ നാണയങ്ങൾ ഓട്ടസഞ്ചി ഇടുന്ന പോലെ അങ്ങ് കിട്ടുന്നതല്ല, അത് നഷ്ടപ്പെടുക, നിലനിൽക്കുന്നില്ല, ശാശ്വതമല്ല. പാഴ്ചെലവുകൾ എല്ലാം ആരംഭശൂരത്വം മാത്രം. സ്വന്തം ഭാവി സുരക്ഷിതമാക്കാൻ മാത്രം ശ്രദ്ധ. ദൈവത്തെയും ദേവാലയത്തെയും മറക്കുന്ന ഒരു സമൂഹത്തെ അവൾ വിമർശിക്കുകയാണ്. നിങ്ങൾ വളരെ വിതയ്ക്കുന്നു, അല്പം കൊയ്യുന്നു. ദൈവവേലയിൽ നിങ്ങൾക്ക് തീഷ്ണതയില്ല. 1:4. എൻ്റെ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ. 2:6. ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. 2:17. ഞാൻ വെൺകതിരും വിഷമഞ്ഞും കന്മഴയും കൊണ്ട് നിങ്ങളെ വിഷമിപ്പിക്കും. 2:22. ഞാൻ രഥത്തെയും ഓടിക്കുന്നവനെയും മറിച്ചു കളയും. നിങ്ങൾ ദൈവത്തെ മറന്ന് നിങ്ങളുടേതായ സാമ്രാജ്യം പണിയാൻ ശ്രമിക്കുന്നു. വരപ്രസാദവും അനുഗ്രഹവും ലഭിപ്പാൻ ജനം നടപ്പാക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് ഹഗ്ഗായി പ്രവചനം പറയുകയാണ്. അതായത്, ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരങ്ങളുടെ മുദ്രമാക്കി തീർക്കും. എങ്ങനെ? നിങ്ങളെ ദൈവത്തിൻ്റെ മുദ്രമോതിരമാക്കി തീർക്കും. 4 കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം 2-ാം വാക്യം. സ്വാർത്ഥതയുടെ ജീവിതശൈലി ഉപേക്ഷിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മുദ്രമോതിരമാക്കും. സ്വാർത്ഥതയുടെ ജീവിതശൈലി ഉപേക്ഷിക്കുമ്പോൾ. 2, ജീവിതം ദൈവകേന്ദ്രീകൃതവും ദേവാലയ കേന്ദ്രീകൃതവും ആകുമ്പോൾ, ജീവിതം പ്രാർത്ഥനാകേന്ദ്രമാകുമ്പോൾ മുദ്രമോതിരമാക്കും. നിങ്ങളുടെ ജീവിതം പ്രാർത്ഥനാകേന്ദ്രമാകണം. ദൈവകേന്ദ്രീകൃതവും ദേവാലയ കേന്ദ്രീകൃതവും ആകുമ്പോൾ ഞാൻ നിങ്ങളെ മുദ്രമോതിരമാക്കും. 1:6. ദൈവം തന്നിട്ടുള്ള കാര്യങ്ങൾ സംതൃപ്തി അനുഭവിക്കുമ്പോൾ ഞാൻ നിങ്ങളെ മുദ്രമോതിരമാക്കും. 2:4.
ധൈര്യപ്പെട്ടു വേല ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ മുദ്രമോതിരമാക്കും. ജനം ഉദാസീനരായി, അലസരായി. ആ പ്രവാസത്തിൽ നിന്ന് വന്ന ജനം അലസരായി. അവരോട് പറയുക, നിങ്ങൾ ധൈര്യപ്പെട്ടു വേല ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ മുദ്രമോതിരമാക്കും. 2:23 പറയുന്നത്, എങ്കിൽ ഓരോരുത്തരെയും ദൈവകരങ്ങളുടെ മുദ്രമോതിരമാക്കും. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. 2:23 പശ്ചാത്തലമായിട്ട് വേണം മുമ്പേ പറഞ്ഞ വാക്യങ്ങൾ കാണാൻ. സ്വാർത്ഥത ജീവിതശൈലി ഉപേക്ഷിക്കണം. ജീവൻ ദൈവകേന്ദ്രീകൃതവും ദേവാലയ കേന്ദ്രീകൃതവുമാകണം. ദൈവം തന്നിട്ടുള്ള കാര്യങ്ങൾ സംതൃപ്തി അനുഭവിക്കണം. ധൈര്യപ്പെട്ടു വേല ചെയ്യണം. അപ്പോൾ ഓരോരുത്തരെയും ദൈവകരങ്ങളുടെ മുദ്രമോതിരമാക്കും. ഹഗ്ഗായി 2:23. നാം ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുന്നത് എങ്ങനെയെന്ന് പുതിയ നിയമത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. നിങ്ങളും ഞാനും ദൈവകരങ്ങളുടെ മുദ്രമോതിരമായി തീരുന്നത് എങ്ങനെ? പൗലോസ് അപ്പോസ്തലൻ ഗ്രീക്ക് ഭാഷയിലെ 10 വാക്കുകൾ ഉപയോഗിക്കുകയാണ് പുതിയ നിയമത്തിൽ. നിങ്ങളും ഞാനും എങ്ങനെയാണ് ദൈവത്തിൻ്റെ മുദ്രമോതിരമാക്കി തീർന്നത്? ഗ്രീക്ക് ഭാഷയിലെ 10 വാക്കുകൾ ഞാൻ പറയാം. ഒന്നാമത്തെ വേദഭാഗം 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-22 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ 1:21-22 വാക്യങ്ങൾ. ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങൾ തന്നുമിരിക്കുന്നു. ആത്മാവെന്ന അച്ചാരം, ആ അച്ചാരം എന്ന വാക്കിൻ്റെ ഗ്രീക്കാണ് പറയാൻ പോകുന്നത്. അരാബോൺ എന്ന് പറയും. അരാബോൺ. അച്ചാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അഡ്വാൻസ് എന്ന അർത്ഥം, മുൻകൂർ തുകയെന്നാണ്. നമ്മൾ വസ്തുക്കച്ചവടം ചെയ്യുന്നു, ഉടമ്പടി ചെയ്യുന്നു, അതിൻ്റെ മുൻകൂറായി അഡ്വാൻസ് തുക കൊടുക്കുന്നു. അതിനാണ് അച്ചാരം എന്ന് പറയുന്നത്. അഡ്വാൻസ് കൊടുക്കുന്ന തുകയ്ക്കാണ് അച്ചാരം എന്ന് പറയുന്നത്. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങൾ തന്നുമിരിക്കുന്നു. അതായത് നാം പ്രാപിക്കാനിരിക്കുന്ന നിത്യ സൗഭാഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള മുൻകൂട്ടി അറിവ് നമുക്ക് തരുന്നു. അതാണ് ആത്മാവിൽ മുദ്രയിടുക എന്ന് പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. അഡ്വാൻസായി നമുക്ക് തരുന്നു ഈ ലോകത്തിൽ വെച്ച് തന്നെ. ഈ ലോകം കഴിഞ്ഞ് വരുവാനുള്ള ലോകത്തിൽ നാം പ്രാപിക്കാനിരിക്കുന്ന നിത്യ സൗഭാഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള അറിവ്, ദ നോളജ് ഇൻ അഡ്വാൻസ്, അച്ചാരം, അരാബോൺ, അത് ദൈവം നമുക്ക് നൽകുന്നു. പൗലോസ് പറയുക, ഇപ്പം ദൈവത്താൽ മുദ്രയിടുക എന്ന് വെച്ചാൽ അർത്ഥം അതാണ്. നമ്മെ മുദ്രയിട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷവും പ്രത്യാശയും നമുക്കുണ്ടാകണം. നാം പ്രാപിക്കാനിരിക്കുന്ന, തന്നെ സ്നേഹിക്കുന്നവർ, തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നവർ, തന്നെ അനുഗമിക്കുന്നവർ, തൻ്റെ നിയോഗങ്ങൾ പൂർത്തീകരിക്കുന്നവർ, തൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ, പ്രാപിക്കാനിരിക്കുന്ന നിത്യ സൗഭാഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള മുൻകൂട്ടി അറിവ് കർത്താവ് നമുക്ക് നൽകുന്നു. ഇൻ അഡ്വാൻസ്. നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുൻകൂട്ടിയുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു. ആ നിത്യ സൗഭാഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള മുൻകൂട്ടി അറിവ്. നമുക്കൊക്കെ പരിചയമുള്ളൊരു പാട്ടുണ്ടല്ലോ, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. എന്താണ്? വേദവാക്യമാണ്. ഞാൻ പ്രാപിക്കാനിരിക്കുന്ന നിത്യ തേജസ്സിനെ ഓർക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല. അല്ലേ? പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്യമാണ്. ഞാൻ പ്രാപിക്കാനിരിക്കുന്ന നിത്യ തേജസ്സിനെ ഓർക്കുമ്പോൾ, നിത്യ സൗഭാഗ്യ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടങ്ങൾ സാരമില്ല. ആ നിത്യ സൗഭാഗ്യ അവസ്ഥയുടെ അറിവ് മുൻകൂട്ടി ലഭിക്കുന്നു എന്നുള്ളതാണ് നാം മുദ്രയിടപ്പെട്ടവരായി തീരുന്നു എന്ന അവസ്ഥയെന്ന് പൗലോസ് വിശദീകരിക്കുന്നു. 2-ാമത്തെ വാക്യം. 2-ാമത് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്
ഇത് ലേഖനങ്ങൾ എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. മുസ്റ്റീരിയോൺ എന്ന് പറയും. അതിൽ നിന്നാണ് മിസ്റ്ററി എന്ന വാക്ക് വന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ മിസ്റ്ററി എന്ന് പറയും. അതിൻ്റെ ഗ്രീക്ക് മുസ്റ്റീരിയോൺ എന്നാണ്, മിസ്റ്ററി. റോമാലേഖനം 16-ാം അധ്യായം 25-26 വാക്യങ്ങൾ. റോമർ 16, 25-26 വാക്യങ്ങൾ. അതായത് രഹസ്യം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം, മുസ്റ്റീരിയോൺ. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയോട് നാം സഹകരിക്കാനുള്ള ആഹ്വാനമാണത്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെ രഹസ്യമെന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ പെസഹായ്ക്ക് പാടും, രഹസ്യം രഹസ്യം ഉടയോനരുളേ, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. ആ വിശുദ്ധ കുർബാനെ, ആ പെസഹായെ ദൈവിക രഹസ്യമായിട്ടാണ് വിശേഷിപ്പിക്കുന്നത്, അല്ലേ? രഹസ്യമാണത്. എപ്പോഴാണ്, എങ്ങനെയാണ് കർത്താവിൻ്റെ തിരുശരക്തങ്ങളായി മാറുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ്സ് എ മിസ്റ്ററി. അത് രഹസ്യാത്മകമാണ്. ഏത് നിമിഷമാണെന്നും എങ്ങനെയാണെന്നുള്ള രഹസ്യാത്മകമാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയോട് സഹകരിക്കാനുള്ള ആഹ്വാനമാണ്. റോമാലേഖനം 16-ാം അധ്യായം 25-26 വാക്യങ്ങൾ ഞാൻ വായിക്കാം. വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിന്. ഇപ്പം കർത്താവിൻ്റെ സുവിശേഷത്തെയും മർമ്മമെന്ന് പറയാം, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയെയും മർമ്മമെന്ന് പറയാണ്, മിസ്റ്റീരിയോൺ എന്ന് പറയാണ്. ഇറ്റ്സ് എ മിസ്റ്ററി. രഹസ്യാത്മകമാണ്. കർത്താവിൻ്റെ മനുഷ്യാവതാരം രഹസ്യാത്മകമാണ്. നമ്മുടെ ബുദ്ധിക്കതീതമാണ്, നമ്മുടെ ഗ്രാഹ്യത്തിന് അതീതമാണ്. ബിയോണ്ട് പെർസെപ്ഷൻ, കാഴ്ചയ്ക്കതീതമാണ്. ബിയോണ്ട് കൺസെപ്ഷൻ, ഗ്രാഹ്യത്തിന് അതീതമാണ്. ബിയോണ്ട് ആർട്ടിക്കുലേഷൻ, പ്രകടിപ്പിക്കലിന് അതീതമാണ്. രഹസ്യാത്മകമാണ്. ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയോട് സഹകരിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുന്നത് എങ്ങനെയെന്ന് പറയുകയാണ്. നാം പ്രാപിക്കാനിരിക്കുന്ന നിത്യ സൗഭാഗ്യ അവസ്ഥയെക്കുറിച്ചുള്ള മുൻകൂട്ടി അറിവ് നമുക്ക് ലഭിക്കുന്നു, മുൻകൂർ അച്ചാരം നമുക്ക് ലഭിക്കുന്നു. രണ്ട്, ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയോട് സഹകരിക്കുമ്പോൾ നമ്മെ മുദ്രയിടും. ദൈവം മുദ്രയിട്ടവരായിത്തീരും, സീൽ അടിക്കും. ഞാൻ ദൈവത്തിൻ്റെ വകയാണ്, നമ്മൾ കർത്താവിൻ്റെ വകയാണ്. ആ പാക്കറ്റ് സാത്താന് പൊട്ടിക്കാനൊക്കത്തില്ല. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ ഒട്ടിച്ച് വെക്കുന്ന, സീലടിച്ച് മുദ്ര കുത്തുന്ന പാക്കറ്റ് പിശാചിന് പൊട്ടിക്കാനൊക്കെയില്ല. മർമ്മത്തിൻ്റെ വെളിപാടിന് അനുസരണമായുള്ള എൻ്റെ സുവിശേഷത്തിന്. ഇപ്പം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയോട് സഹകരിക്കുക. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയോട് സഹകരിക്കുന്നതായി തീരണം. അങ്ങനെയാണ് ദൈവത്താൽ മുദ്രയിടപ്പെട്ടതായിത്തീരുന്നത്. മൂന്നാമത്തെ കാര്യം, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകരായിരിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഡയക്കോണിയ എന്നാണ് ഗ്രീക്ക് വാക്ക്. ഞാനിപ്പോൾ 3 ഗ്രീക്ക് വാക്ക് പറഞ്ഞു. 1 അരാബോൺ, 2 മിസ്റ്റീരിയോൺ, 3 ഡയക്കോണിയ. റോമാലേഖനം 15-ാം അധ്യായം 15-ാം വാക്യം. ഈ ഡയക്കോണിയ എന്ന വാക്കിൽ നിന്നാണ് ഡീക്കൻ എന്ന വാക്ക് വന്നത്. ഡീക്കൻ നമ്മൾ ഷമ്മാശൻ എന്ന് പറയും. ഷമ്മാശൻ, ഷാമേശ് എന്ന വാക്കിൻ്റെ അർത്ഥം നന്മ കൊണ്ട് ശോഭിക്കുകയാണ്. നന്മ കൊണ്ട് ശോഭിക്കുന്നവനാ ഷമ്മാശൻ. അതിന് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ഡയക്കോണിയ എന്നാണ്. ശുശ്രൂഷ അനുഷ്ഠിക്കുക എന്നതിൻ്റെ അർത്ഥം. ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുക. റോമർ 15:15 ക്രിസ്തുവേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കേണ്ടതിന് ദൈവം എനിക്ക് നൽകിയ കൃപ. യജമാന്മാരായിരിക്കാനല്ല, ദാസരായിരിക്കാനാണ്, ശുശ്രൂഷകരായിരിക്കാനാണ്. കർത്താവിന് ശുശ്രൂഷകരായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെയും ശുശ്രൂഷകരാകണം. ആരോടും യജമാനത്വ ഭാവം പാടില്ല. പീഡിപ്പിക്കുന്നവരാകരുത്, അടിച്ചമർത്തുന്നവരാകരുത്. ദാസരൂപമെടുത്തു കർത്താവ്, ദാസരൂപമെടുത്തു. കർത്തൃദാസന്മാരെ എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ദാസീദാസന്മാരാണ് നമ്മൾ. നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെ യജമാന ഭാവം ഉണ്ടാകും.
നമ്മുടെ എല്ലാ ജീവിത വ്യാപാരങ്ങൾ. ഡയക്കോണിയ. ദൈവികമായ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോൾ ദൈവത്താൽ മുദ്രയിട്ടവരായിത്തീരും, മുദ്രമോതിരമായിത്തീരും. 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരു വലിയ വിശുദ്ധനാണ് വിശുദ്ധ ബസേലിയോസ്. അതുപോലെ മറ്റൊരു വിശുദ്ധനാണ് സെൻറ്റ് ജോൺ ക്രിസോസ്റ്റം. സ്വർണ്ണ നാവുകാരനായ മാർ ഇവാനിയോസ്. ഈ ശുശ്രൂഷയെപ്പറ്റി നല്ലൊരു ഉദാഹരണം അവരിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്വർണ്ണ നാവുകാരനായ ഇവാനിയോസിൻ്റെ പ്രസംഗം ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു ബിഷപ്പ് കൂടിയായിരുന്നു. കുർബാന അർപ്പിക്കും. കുർബാനയുടെ ഒടുവിലാണ് പ്രസംഗിക്കുന്നത്. എല്ലാവരും അവിടെ ഇരുത്തും, ഒടുവിൽ പ്രസംഗിക്കും. എന്നിട്ട് പറയും അവരോടെ, ഇപ്പം നമ്മുടെ കുർബാന കഴിഞ്ഞിരിക്കുക. ഞാനിന്ന് രാവിലെ പള്ളിയിലോട്ട് വരുമ്പോഴേ ആ റോഡ് സൈഡിൽ കുറേ ഭിക്ഷക്കാരെ കണ്ടു, പാവപ്പെട്ടവരെ കണ്ടു, കുഷ്ഠരോഗികളെ കണ്ടു. കൈയില്ല, കാലില്ല, ദ്രവിച്ചിരിക്കുക. അവർക്ക് വസ്ത്രമില്ല, അവർക്ക് ആഹാരമില്ല, കൊടും തണുപ്പ് താമസിക്കാൻ വീടില്ല. അങ്ങനെയുള്ള രോഗികളെ ഞാൻ കണ്ടിട്ടായി വരുന്ന രാവിലെ. നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇപ്പം കുർബാന കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഉടൻ അങ്ങോട്ട് പോകണം, ആ സ്ഥലത്തേക്ക് പോകണം, ഉടൻ തന്നെ പോകണം. അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് വസ്ത്രം കൊടുക്കണം, അവർക്ക് കൂരയുണ്ടാക്കി കൊടുക്കണം പെട്ടെന്ന്. പിന്നെ വന്നിട്ടേ കൈമുത്തുള്ളൂ. കൈമുത്തിന് മുമ്പ് പറഞ്ഞു വിടുന്ന ശൈലിയായിരുന്നു ക്രിസ്തോസ്റ്റം തിരുമേനിയുടെ, അക്കാലത്തെ തിരുമേനിയുടെ, സ്വർണ്ണനാവുകാരനായ ഇവാനിയോസിൻ്റെ. കൈമുത്തിനു മുമ്പ് ജനങ്ങളെ പറഞ്ഞു വിടും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ. അങ്ങോട്ട് ചെന്ന് സഹായിക്കുക. ഇങ്ങോട്ട് വന്ന് കാലം നക്കാൻ വേണ്ടിയല്ല, ഇങ്ങോട്ട് വരട്ടെ ഞാൻ സഹായിക്കാമെന്നല്ല ക്രിസ്തീയ മനോഭാവം. തേടിച്ചെന്ന് സഹായിക്കുക എന്നുള്ളതാണ്. അഗതികളെ, വേദനിക്കുന്നവരെ, ദുഃഖിതരെ, ഇല്ലാത്തവരെ, രോഗികളെ, കഷ്ടപ്പെടുന്നവരെ, ഒന്നുമില്ലാത്തവരെ തേടിച്ചെന്ന് സഹായിക്കുന്നതാണ്. അതിൽ നിന്നാണ് കുർബാന കഴിഞ്ഞുള്ള കുർബാന എന്ന ശൈലി ഉണ്ടാകുന്നത്. ലിറ്റർജി ആഫ്റ്റർ ദ ലിറ്റർജി എന്നുള്ള ശൈലി ഉണ്ടാകുന്നത് ഈ പ്രവർത്തനത്തിലൂടെയാണ്. അവരെല്ലാം പോവും. തിരുമേനി കൽപ്പിച്ചതല്ലേ, അന്ന് വിശുദ്ധനായ തിരുമേനിയാണ്, നിഷേധിക്കത്തില്ല, ഉടനെ പോവും. കഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാം ഒരുക്കും, തിരിച്ചു വരും, കൈമുത്തിക്കും. അതായിരുന്നു അന്നത്തെ രീതി. ഓരോ പള്ളിയോടും ചേർന്ന് ഡിയാക്കോണിക്കോൺ എന്നൊരു ശുശ്രൂഷ മുറി ഉണ്ടായിരുന്നു. രാവിലെ കുർബാനയ്ക്ക് ജനങ്ങൾ വരുമ്പം കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, വിഭവങ്ങൾ, തങ്ങളുടെ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഷമ്മാശന്മാർ വാങ്ങിച്ച ശുശ്രൂഷ മുറി വെക്കും. കുർബാന കഴിയുമ്പോൾ ഷമ്മാശന്മാരെ വിട്ട് ഇതെല്ലാം പാവപ്പെട്ടവർ കൊണ്ടു കൊടുക്കും. അതായിരുന്നു ആദിമ സഭയുടെ ശുശ്രൂഷ ശൈലി. ആ ശുശ്രൂഷ ശൈലി, ക്രിസ്തുയേശുവിൻ്റെ ശുശ്രൂഷകനായിരിക്കുക ദൈവം എനിക്ക് നൽകിയ കൃപ. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുന്നത്. ദൈവത്തിന് നല്ല ശുശ്രൂഷകരായി തീരുമ്പോൾ ഡയക്കോണിയ. 4-ാമത്തെ വാക്ക് അത് ഞാൻ പറയാം, നിങ്ങൾ വിഷമിക്കരുത്, ഗ്രീക്ക് പറയുന്നതുകൊണ്ട് വിഷമിക്കരുത്. ഒയ്ക്കണോമിയ എന്ന് പറയും, ഒയ്ക്കണോമിയ. അതിൽ നിന്നാണ് ഇംഗ്ലീഷിലെ ഇക്കണോമിക്സ് എന്ന വാക്ക് വന്നത്. ഇക്കണോമിക്സ് എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? ഇക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രം നമ്മൾ പറയും, പക്ഷെ അങ്ങനെയല്ല എൻ്റെ വാക്കിൻ്റെ അർത്ഥം. 2 ഗ്രീക്ക് വാക്ക് ചേർന്നാണ് ഒയ്ക്കണോമി എന്ന വാക്ക്. ഒയ്ക്കോസ് എന്ന് വെച്ചാൽ വീടെന്ന അർത്ഥം, വീട്. നോമോസ് എന്ന് വെച്ചാൽ ക്രമീകരിക്കുക എന്ന അർത്ഥം. ലോ, നിയമം അല്ലെങ്കിൽ റെഗുലേറ്റ് എന്നും അർത്ഥമുണ്ട്, ക്രമീകരിക്കുക. അപ്പോൾ ഒയ്ക്കണോമി എന്ന വാക്കിൻ്റെ അർത്ഥം വീടിൻ്റെ ക്രമീകരണം എന്നർത്ഥം. അപ്പം നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുന്ന തെറ്റാ. കാരണം വീടിൻ്റെ ക്രമീകരണം സമ്പത്ത് ക്രമീകരിക്കുക മാത്രമല്ല, ആത്മാവിനെ കൂടി ക്രമീകരിക്കണം. മനുഷ്യൻ ശരീരം മാത്രമല്ല, ദേഹവും ദേഹിയും ചേർന്നാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ആത്മാവിനെ കൂടി ക്രമീകരിക്കണം, ആത്മീകമായ ആവശ്യം കൂടി ക്രമീകരിക്കണം. ശരീരത്തിന് വേണ്ടി മാത്രം ഭക്ഷണം കൊടുത്താൽ പോരാ, ആത്മാവിനെയും പോഷിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ അത്താഴമുണ്ട്, ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ആത്മാവിന് വേണ്ടി ഭക്ഷണം ഉണ്ടോ? രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാ. ആത്മാവിന് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ശരീരം മാത്രമല്ല ഈ മനുഷ്യൻ എന്ന് പറയുന്നത്, ആത്മാവിനെയും പോഷിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒയ്ക്കണോമിയ, മനുഷ്യാവതാരത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്
നമ്മുടെ ജീവിതക്രമം പുനഃസ്ഥാപിക്കുന്നതിനാണ് ഒയ്ക്കണോമ എന്ന് പറയുന്നത്. ജീവിത ക്രമീകരണത്തിൻ്റെ പുനഃസ്ഥാപനമാണ് ഇക്കണോമിക്സ്, ഒയ്ക്കണോമിയ. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് ഒയ്ക്കണോമിയ. ദൈവം മനുഷ്യനായി വന്നു, വീടിൻ്റെ ക്രമീകരണമാണ്. താൻ മനഞ്ഞുണ്ടാക്കി പ്രപഞ്ചമാകുന്ന വീടിനെ മനുഷ്യാവതാരം മൂലം ക്രമീകരിക്കുക. നമ്മുടെ ആത്മീയ ഭവനത്തെയും ഭൗതിക ഭവനത്തെയും ക്രമീകരിക്കുന്നവരാകണം. അങ്ങനെയാണ് മുദ്രമോതിരമായി തീരുന്നത്. ഭൗതിക ജീവിതത്തെ മാത്രം ക്രമീകരിച്ചാൽ പോരാ, ഭൗതിക ജീവിതത്തെയും ആത്മീയ ജീവിതത്തെയും ക്രമീകരിക്കുന്നവരാണ്. ക്രമം പുനഃസ്ഥാപിക്കണം. വി ഹാവ് ടു റെഗുലേറ്റ് അവർ സിസ്റ്റം. അഞ്ചാമത്തെ വാക്ക് പ്രേഷിത വൃത്തി നിർവഹിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഇക്കണോമി എന്ന വാക്ക് എഫേസർ 1:9 കേട്ടോ, അത് വീട്ടിൽ പോയി വായിച്ചാൽ മതി. 1:9 എഫേസർ ഇക്കണോമിയ എന്നുള്ള വാക്ക്. അഞ്ചാമത് പ്രേഷിത വൃത്തി നിർവഹിക്കുക എന്നുള്ള വാക്ക് എഫേസർ 3:8 ഇവങ്കലിസ്തായി, പ്രേഷിത വൃത്തി നിർവഹിക്കുക. ക്രിസ്തുവിനെക്കുറിച്ച് അറിയിക്കുക, പ്രസംഗിക്കുക, സുവിശേഷം അറിയിക്കുക, ജീവൻ തന്നെ സുവിശേഷമാക്കണം. ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതാണ്. എഫേസർ 3:8 സകല വിശുദ്ധരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാൻ കൃപ നൽകിയിരിക്കുന്നു. എന്താണ് നമ്മുടെ പ്രസംഗ വിഷയം? ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. നശിച്ചു പോകാത്ത ധനത്തെക്കുറിച്ചാണ് പ്രസംഗിക്കേണ്ടത്. നമ്മളെല്ലാം പ്രസംഗിക്കുന്ന നശിച്ചു പോകുന്ന ധനത്തെക്കുറിച്ചാണ്. നമ്മുടെ കണക്കൂട്ടൽ കാൽക്കുലേഷൻസൊക്കെ നശിച്ചു പോകുന്ന ധനത്തെക്കുറിച്ചാണ്. നമ്മൾ മുദ്രമോതിരമായി തീരുന്നത് എങ്ങനെ? ക്രിസ്തുവിൻ്റെ അപ്രമേയമായ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ മുദ്രമോതിരമായി തീരുന്നത്. ആറാമത്തെ വാക്ക് ഫോട്ടിസ്മ എന്ന് പറയും ഗ്രീക്ക് ഭാഷയിൽ. സ്വയം പ്രകാശിതരായി ലോകത്തെ പ്രകാശിപ്പിക്കുക. ഇല്ലൂമിനേറ്റ് എന്നതിൻ്റെ അർത്ഥം. പ്രകാശിപ്പിക്കുക. അതിന് സ്വയം പ്രകാശിതരാകണം, ലോകത്തെ പ്രകാശിപ്പിക്കുക. ഫോട്ടിസ്മ എഫേസർ 3:9 ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. പ്രകാശിപ്പിക്കുക, സ്വയം പ്രകാശിതരാവുക, ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ പ്രകാശിപ്പിക്കുക. അതെങ്ങനെയാണെന്ന് പിതാക്കന്മാർ വിശദീകരിക്കും. നമ്മുടെ കൂദാശകളിലൂടെയാണ് ഈ പ്രകാശനം നടക്കുന്നത്. എല്ലാ കൂദാശകളിലൂടെയും കർമാനുഷ്ഠാനങ്ങളിലൂടെ നടക്കുന്നത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കലാണ്. എല്ലാ കുർബാനകളിലും മറ്റെല്ലാ കൂദാശകളിലും നടക്കുന്നത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കലാണ്. ഏഴാമത്തെ വാക്ക് ഫൈറൂൺ എന്ന് പറയും. PHAEROUN, ഫൈറൂൺ. ദിവ്യജ്ഞാനം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക എന്ന് പറയും. വെളിപ്പെടുത്തുക, ടു റിവീൽ. കൊലോസ്യർ 4:4 നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. ദിവ്യജ്ഞാനം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക, റിവീൽ. വെളിപ്പെടുത്തണമെങ്കിൽ നാം മുങ്ങിച്ചേരണം, ആഴമായി ക്രിസ്തുവിൽ മുങ്ങിച്ചേരണം. അങ്ങനെയുള്ളവർക്കേ വെളിപ്പെടുത്താൻ ഒക്കുള്ളൂ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കേ, വിശുദ്ധിയിലും ആരാധനയിലും സൽക്കർമ്മങ്ങളിലും മുങ്ങിച്ചേരുന്നവർക്കേ വെളിപ്പെടുത്താൻ ഒക്കുള്ളൂ. ദിവ്യജ്ഞാനം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക, ഫൈറൂൺ. എട്ടാമത് ദൈവത്തിൻ്റെ മഹാസ്നേഹം പകർന്നു കൊടുക്കുക, എഗാപ്പസൻ, EGAPSEN, എഗാപ്പസൻ. എഫേസർ 2:4-6 വരെയുള്ള വാക്യങ്ങൾ. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് ജീവിപ്പിക്കുകയും. അവിടെ വെറും സ്നേഹമെന്നല്ല പറയുന്നത്, കരുണാസമ്പന്നമായ ദൈവവും നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. എന്താണ് ഈ മഹാസ്നേഹം? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലവിങ് ദി അൺലവബിൾ. അതാണ് മഹാസ്നേഹം. സ്നേഹിക്കാൻ ഒക്കാത്തവരെയും സ്നേഹിക്കുന്ന അനുഭവമാണ് മഹാസ്നേഹം. നമ്മുടെ സ്നേഹം എങ്ങനെയാ? ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടും ഉണ്ട്. അവിടെ മോടെ കല്യാണത്തിന് എന്നെ വിളിച്ചോ, എൻ്റെ മോടെ കല്യാണത്തിന് അവളെ വിളിക്കാം. അവിടെ പരകുവാശയ്ക്ക് എന്നെ വിളിച്ചോ, എൻ്റെ പരകുവാശയ്ക്ക് അവളെയും വിളിക്കാം. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബിസിനസ്സാണല്ലോ നമ്മുടെ സ്നേഹം. ഇങ്ങോട്ടുണ്ടോ അങ്ങോട്ടും ഉണ്ട് അല്ലേ?
ക്രിസ്തീയ സ്നേഹം അതല്ല, മഹാസ്നേഹം അതല്ല. സ്നേഹിക്കാനൊക്കാത്തവരെയും സ്നേഹിക്കുന്ന മഹാസ്നേഹം, നമ്മെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുന്ന മഹാസ്നേഹം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുന്നത്. സ്നേഹിക്കാനൊക്കാത്തവരെയും സ്നേഹിക്കുന്ന മഹാസ്നേഹം. 9, കഷ്ടതയും ത്യാഗവുമാകുന്ന നിയോഗം പൂർത്തീകരിക്കുക. എക്സ് അപ്പോസ്തലൈൻ എന്നാണ് ആ വാക്ക്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 5 വരെ. പുത്രനെ നിയോഗിച്ചയച്ച് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. എങ്ങനെയാണ് നിയോഗം പൂർത്തീകരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ നിയോഗം പൂർത്തീകരിച്ചത് കഷ്ടതയും ത്യാഗവുമാകുന്ന നിയോഗം പൂർത്തീകരിക്കുക. നാം ദൈവത്തിൻ്റെ മുദ്രമോതിരമായി തീരുന്നത് കഷ്ടതയിലൂടെ, ത്യാഗത്തിലൂടെ. ബീയിങ് എ ലിവിങ് സാക്രിഫൈസ്. കഷ്ടതയിലൂടെ, കഷ്ടാനുഭവത്തിലൂടെ, ത്യാഗത്തിലൂടെ, ക്രിസ്തുവേണ്ടി കഷ്ടം സഹിക്കുന്ന അനുഭവത്തിലൂടെ. 10, അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുക. ഗ്രീക്ക് ഭാഷയിൽ കാറ്റാലാസോ എന്ന് പറയും. കാറ്റാലാസോ, നിങ്ങൾ ഈ ഗ്രീക്ക് വാക്കൊന്നും ഓർത്തിരിക്കേണ്ട കേട്ടോ, ഞാൻ എൻ്റെ ആശയം പറഞ്ഞതേ ഉള്ളൂ. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുകയാണ് കറ്റാലസോ. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു, നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ആ നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് മുദ്രമോതിരം. അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയാണ് റിക്കൺസിലിയേഷൻ. നിരപ്പിൻ്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അനുരഞ്ജനം, തമ്മിൽ അനുരഞ്ജനം ചെയ്യും. നിരപ്പിൻ്റെ ശുശ്രൂഷ. നിരപ്പാകാം. നമുക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിലേ നമുക്കങ്ങ് നിരപ്പാകാം, അനുരഞ്ജനപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ. 2 പ്രധാന വാക്യങ്ങളാണ് നാം ചിന്തിച്ചത്. 31-ാം സങ്കീർത്തനം 12-ാം വാക്യം, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 23-ാം വാക്യം, എൻ്റെ ദാസനായ ശയത്ലിയേലിൻ്റെ മകനായ സെരുബാബേലെ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഉടഞ്ഞ പാത്രങ്ങളായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മുദ്രമോതിരമായി തീരാം. നാം കേട്ട ദൈവവചനം, പൗലോസ് അപ്പോസ്തലൻ്റെ ഭാഷ്യം ഉൾപ്പെടെ നമുക്ക് മുദ്രമോതിരമായി തീരാൻ സഹായിക്കട്ടെ. എല്ലാവരെയും പ്രാർത്ഥനയിൽ സമർപ്പിച്ചുകൊണ്ട്, ദൈവിക അനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട്, ദൈവിക സമാധാനം നേർന്നുകൊണ്ട്, വിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. തലകളെ വണക്കി ഒരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, നിത്യജീവൻ അവകാശികളാക്കി തീർക്കണമേ, ഞങ്ങൾക്ക് സൗഖ്യം തരണമേ, ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യം തരണമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ, കർത്താവിൻ്റെ മുദ്രമോതിരമാക്കി തീർക്കണമേ. ഞങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാനിടയാകല്ലേ കർത്താവേ. ഈ ദേശത്ത് നിന്ന് ഒരു വ്യക്തി പോലും നശിച്ചു പോകരുതേ. ഈ ദേശത്ത് നിന്ന് ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുതേ. സ്നേഹത്തിൻ്റെ ആത്മാവിൽ, പ്രാർത്ഥനയുടെ ആത്മാവിൽ, വിശുദ്ധിയുടെ ആത്മാവിൽ വളരുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. മാനവും മഹത്വവും അങ്ങെടുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൃപയോടെ കൈക്കൊള്ളുമാറാകണമേ. ആമേൻ.